What's up guys, welcome back to my channel. This is Ashwin Bhaskar back with another video. Now let's begin. So guys, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കാൻ പോണേ. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ പേർക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ മലയാളി ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. സോ അതും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മലയാളത്തിൽ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പല ലാംഗ്വേജസിലുള്ള കവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു ഡൗട്ടായിരുന്നു എൻ്റെ മദർ ടങ് എന്താണെന്നുള്ള കാര്യം. ഞാൻ ചെയ്ത മലയാളം സോങ്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മലയാളിയാണെന്ന്. പക്ഷേ ബാക്കിയുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊരു ഡൗട്ടാണ് ഞാൻ തമിഴനാണോ ഹിന്ദിക്കാരനാണോ മലയാളിയാണോ. സോ ഈ വീഡിയോ കാണുന്നതോടുകൂടെ അവരുടെ ആ ഡൗട്ട് അങ്ങോട്ട് ക്ലിയർ ആയി കിട്ടും. If you do not know my language, I have given subtitles by myself. Below this video you can see a CC button, just click on it and you're good to go. So ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് വീഡിയോ ആണ്, അൺബോക്സിങ് വീഡിയോ. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് എടുത്തൊരു മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് സംഭവം. AKGയുടെ C214 എന്ന് പറയുന്ന മൈക്കാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിന് നല്ലൊരു ഹാർഡ് കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ എനിക്ക് വലിയ പേടിയില്ലായിരുന്നു. ഈ മൈക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണല്ലോ. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് നല്ലൊരു കേസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഒരു മൈക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പം സംഭവം പെട്ടിയിലാക്കിയിട്ട് അവർ കൊറിയർ സർവീസിൻ്റെ അവിടെ എത്തിച്ചു. ഞാൻ പോയി വാങ്ങിച്ച് പെട്ടിയൊക്കെ തുറന്ന് ഞാൻ വെറുതെ ഒന്ന് കുലുക്കി നോക്കി. അപ്പോൾ അതിനകത്ത് ടിങ് 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് സാധനം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ മൈക്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ ഡയഫ്രം ഉണ്ടല്ലോ, ഒരു റൗണ്ടിലൊരു സാധനം ഉണ്ടാവും, അത് വേണ്ട പൊട്ടിക്കിടക്കുന്നത്. പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കുറേ അതിൻ്റെ പിന്നാലെ ഓടി, അങ്ങനെ കുറേ ടൈമൊക്കെ പോയി. സോ അതുകൊണ്ടാണ് എനിക്ക് അന്നത്തെ ആ പേടി ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഇത്രയും നല്ലൊരു കേസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് നല്ല ഹാർഡായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോം പാഡിങ്ങും ഉണ്ട്. അതുകൊണ്ട് മൈക്ക് കുലിക്കാലും അങ്ങനെ അനങ്ങുന്നില്ല ഇതിൻ്റെ അകത്തുനിന്ന്. പിന്നെ നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ, ചേട്ടാ എനിക്ക് ഇതേപോലെ യൂട്യൂബിൽ മ്യൂസിക് ചെയ്യണം താല്പര്യമുണ്ട്, കവേഴ്സ് ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷേ ഏത് മൈക്ക് യൂസ് ചെയ്യണം, ഏതാണ് നല്ല ക്വാളിറ്റി മൈക്ക്, ഏതാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്ക് എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ബിഗിനേഴ്സിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിലെ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏതൊക്കെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നൊരു കാര്യം, ഇനി ഞാൻ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് മലയാളത്തിൽ വേണോ അതോ ഇംഗ്ലീഷിൽ വേണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ വീഡിയോയുടെ ടോപ്പിൽ ഐ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അവിടെ ഒരു പോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുക, മലയാളത്തിൽ വേണ്ടവർക്ക് മലയാളത്തിൽ ക്ലിക്ക് ചെയ്യാം. സോ ഞാൻ അതിൽ മെജോറിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് ഞാനത് അതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനകത്തുള്ള മൈക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്കിനി ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ അൺബോക്സിങ് വീഡിയോസിലൊക്കെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആൾക്കാർ ടോപ്പ് ഡൗൺ വീഡിയോ ആണ് ചെയ്യാറ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിലുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാണ്. നിങ്ങളുടെ നേരെ വെച്ച് ഓപ്പൺ ചെയ്യാൻ അത് കാണുമെന്നറിയില്ല. അതാണ് സംഭവം. ഇതിൻ്റെ അകത്തുള്ള ഫോം പാഡിങ് ആണിത്. ഞാൻ ഈ ഫോം പാഡിങ് ഒന്ന് എടുത്ത് മാറ്റിക്കോട്ടെ, ഞാൻ ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വാറൻറ്റിയും യൂസർ മാനുവലുമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ കണ്ടൻസ്. നമ്മുടെ മൈക്ക് ആണിത്. ഇതതിൻ്റെ കൂടെ വരുന്ന ഷോക്ക് മൗണ്ട്. മൈക്കിലധികം ജേർക്കും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനുള്ള സാധനമാണിത്. പിന്നെ ഇത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു വിൻഷീൽഡാണിത്, പോപ്പ് ഫിൽറ്റർ എന്നും പറയും. പിന്നെ ഇത് സിലിക്ക ജെൽ. ഇതിനായിട്ട് അവരൊരു കമ്പാർട്ട്മെൻറ്റ് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. സോ ഇതാണ് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ മൈക്ക്. മൈക്കിന് അത്യാവശ്യം നല്ലൊരു മെറ്റാലിക് ബോഡിയൊക്കെ ഉണ്ട്. സോ ഒരു ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു തംസ് അപ്പ് കൊടുക്കാം.
പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഹൈ പാസ് ഫിൽറ്ററും മറ്റേത് -20 dB പാഡുമാണ്. അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ഈ ബോക്സിൽ കിട്ടിയത് ഇതിൻ്റെ ഷോക്ക് മൗണ്ടാണ്. ഈ ഷോക്ക് മൗണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഷെയ്ക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന നോയ്സ് ഇത് ക്യാൻസൽ ചെയ്ത് തരും. ഇതെങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് എടുക്കുക, ഇത് നൈസായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലൊരു സംഭവമുണ്ട്, ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈക്ക് ഇങ്ങനെ വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, എങ്ങനെ വെച്ചാലും വീഴില്ല. ഇനിയിപ്പോൾ എങ്ങാനും വീഴുകയാണെങ്കിൽ എന്നെ പറയരുത്. ഇല്ല ഗൈസ്, വീഴൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇത് അത്യാവശ്യം നൈസായിട്ട് ടൈറ്റ് ആക്കിയാൽ മതി, പിന്നെ വീഴില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയൊരു സംഭവമാണ് വിൻഷീൽഡ്. ഇതാണ് സംഭവം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇറക്കി വെക്കാം. ഇതുണ്ടെങ്കിൽ ഒരു പരിധി വരെ കാറ്റടിച്ചാലൊന്നും വലിയ നോയ്സ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്കിത് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സാധനം കിട്ടും. ഇത് വാങ്ങിച്ചാൽ മതി. പോപ്പ് ഫിൽറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ഏകദേശം 500 രൂപേൻ്റെ അടുത്തേ ഉള്ളൂ ഇപ്പം. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള കുറച്ച് ടെസ്റ്റുകളാണ് ബാക്കിയുള്ളത്. ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് സംസാരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ അതേ ഓഡിയോ തന്നെ നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്തതിൻ്റെ ശേഷം എങ്ങനെ ഉണ്ടാവും നോക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഗിറ്റാറും വോക്കൽസും ഒരുമിച്ച് ഇതിലേക്ക് റെക്കോർഡ് ചെയ്താലുള്ള ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ അങ്ങനെ കുറച്ച് 4-5 ടെസ്റ്റുകൾ ബാക്കിയുണ്ട്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓഡിയോ ഒക്കെ ഇതിലൂടെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോണേ. സോ നമുക്ക് ടെസ്റ്റുകളിലേക്ക് കിടക്കാം. ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഓഡിയോ ഒക്കെ ഈ മൈക്കിലൂടെയാണ് റെക്കോർഡ് ആവണേ. പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത മൈക്കും ഈ മൈക്കും തമ്മിലുള്ള ഒരു ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ മൈക്കിന് കുറച്ചും കൂടെ ഡെപ്തും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസും കൂടുതലാണ്. ഈ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഡിയോയുടെ അപ്പോളോ മാർക്ക് 2 ക്വാഡ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കാർഡിലാണ്. അതിൽ പ്രിയാം ഗെയിൻ ഏകദേശം ഒരു 30% ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ലെവൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ ഇതിൽ എക്സ്റ്റേണലായിട്ട് വേറെ പ്ലഗിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, EQ കംപ്രഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ മൈക്കിൻ്റെ റോ വോയിസാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. പിന്നെ ഞാൻ ഈ മൈക്കിൻ്റെ പ്രൈസിങ് ഇതുവരെ പറഞ്ഞില്ല. ഈ മൈക്കിന് ആമസോണിൽ ഇപ്പം 20,000 രൂപയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തിടാം, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം വോയിസ് തന്നെ ഒന്ന് പ്രോസസ്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സോ 3, 2, 1. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് പ്രോസസ്ഡ് വോയിസ് ആണ്. അത്ര വലിയ പ്രോസസ്സിങ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു EQ ഒരു കംപ്രഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം കേൾക്കുന്ന ഓഡിയോ ആണ് ഇത്. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ ഇതിൻ്റെ പോപ്പ് ഫിൽറ്ററിനെ പറ്റിയൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. സോ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതാണ് ഇവർ തരുന്ന വിൻഷീൽഡ് അല്ലെങ്കിൽ പോപ്പ് ഫിൽറ്റർ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമലി ഞാൻ ഫ ഫ ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് വരില്ലേ, ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സൗണ്ട് വരുന്നില്ല, അത് ബ്ലോക്ക് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാലും ഇതൊരു പരിധി വരെ ബ്ലോക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ആ സെയിം സൗണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കിക്കോ, ഫ ഫ ഫ ഫ. ഇപ്പോഴും നിങ്ങൾക്ക് ആ എയറിൻ്റെ സൗണ്ട് കേൾക്കാം. സോ ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോപ്പ് ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നോക്കാം. ഫ ഫ ഫ ഫ ഫ. സി ഇപ്പം അതിൽ കാര്യമായിട്ട് പോപ്പൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ സ്റ്റോക്കായിട്ട് തരുന്ന വിൻഷീൽഡ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ വേറെ ഒരു എക്സ്ട്രാ പോപ്പ് ഫിൽറ്റർ വാങ്ങിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഏകദേശം 500 രൂപയുള്ള ഈ സാധനത്തിന്, പക്ഷേ സംഭവം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടൻസർ മൈക്ക് വാങ്ങിക്കുകയാണെങ്കിലും ഇതും കൂടെ വാങ്ങിക്കാൻ ഓർത്ത് വെച്ചോ. സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൈക്കിലുള്ള ഈ 2 സ്വിച്ചുകളുടെ യൂസ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ യൂസ് നോക്കാം. ഹൈ പാസ് ഫിൽറ്റർ നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് കട്ട് ചെയ്ത് കളയാനാണ്. സോ അത് ഞാൻ എനേബിൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഹൈ പാസ് ഫിൽറ്റർ എനേബിൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഡിഫറൻസ്. എൻ്റെ വോയിസ് കുറച്ചും കൂടെ തിന്നായിട്ടുണ്ടാവും. നമ്മുടെ ഓഡിയോയിലുള്ള ലോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലി വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും ഇത് ഓണാക്കാറില്ല. ഇനി ഈ മൈക്കിൻ്റെ ഇപ്പുറത്തെ സ്വിച്ച് എന്തിനുള്ളതെന്ന് നോക്കാം. ഈ സ്വിച്ച് -20 dB പാഡാണ്. പാഡ് എന്തിനാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലൗഡായിട്ടുള്ള എന്തെങ്കിലും സൗണ്ട് സോഴ്സ് റെക്കോർഡ് ചെയ്യുമ്പം ആണ് നമ്മൾ പാഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സുരേഷ് ഗോപിൻ്റെ ഡയലോഗൊക്കെ ഡബ് ചെയ്യാൻ പോകുന്ന ടൈമിൽ മൈക്ക് നോർമൽ മോഡിൽ അയാളെ മുന്നിൽ കൊണ്ടു നിർത്തി അയാളൊരു ഫുൾ ശ്വാസമൊക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഒന്നായിട്ട് അടിച്ചു പോകും ഗൈസ്. സോ അതിനാണ് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുന്നത്. അടിച്ചൊന്നും പോവില്ല, പക്ഷേ ക്ലിപ്പായി പോകും.
സോ ആ ക്ലിപ്പിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ സോങ്സിൻ്റെ ഒക്കെ വോക്കൽസ് റെക്കോർഡ് ചെയ്യുമ്പം സ്ക്രീമിങ് വരുമല്ലോ, ആ സ്ക്രീമിങ് വരുമ്പോഴും ക്ലിപ്പാവും. അപ്പോൾ ആ ക്ലിപ്പാവാൻ ചാൻസ് ഉള്ളിടത്താണ് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുക. പാഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. സോ നമുക്ക് ഈ പാഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാനിത് എനേബിൾ ചെയ്യാം. സോ ഇപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഭയങ്കര ലോ ആയിരിക്കും. സോ ഇതാണ് പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള എഫക്റ്റ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര ലൗഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ടെസ്റ്റ് നടത്തി നോക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 ഇഞ്ച് ദൂരത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു 6-7 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പം ഒരടി ദൂരത്തായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല ഗൈസ്. അത്യാവശ്യം ഒരു 2-3 അടി ദൂരത്തായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് പോകാൻ എനിക്ക് സ്ഥലമില്ല. സോ ഡിസ്റ്റൻസ് ടെസ്റ്റ് നമുക്ക് നിർത്താം. ഇനി നമുക്ക് ചെയ്യാനുള്ള ഗിറ്റാർ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഗിറ്റാറിൽ ഞാൻ 2 പാറ്റേൺ വായിക്കാം. ആദ്യം പിക്ക് ചെയ്തിട്ടൊന്ന് വായിക്കാം, രണ്ടാമത് ഞാൻ സ്ട്രം ചെയ്തിട്ടും വായിക്കാം. അതെങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. അടുത്ത ടെസ്റ്റിൽ നമുക്ക് ഗിറ്റാറും വോക്കൽസും ഒരുമിച്ച് റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇതിൽ ഞാൻ എൻ്റെ സോങ് എങ്ങനെയാണ് പാടാൻ പോണേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും സോങ് എടുത്ത് പാടുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. സോ നമുക്ക് ആ ടെസ്റ്റിലേക്ക് കിടക്കാം. We were turned like a supercar. You took me home, said he come meet my mom and dad. I swear I could smile if you call me your lad. I've not gone bad. These orbs, these balloons, they give time a rest. Holding on to what you said. Love living by these latex memories by my bed. किस गले किस जगह किस तरह ढूंढे ये दिल अफसाना. क्या पता क्या दिखा क्या मिला. मैं तो हूँ बेपरवाह. तुमसे ही थी तुमसे ही है आज. दिल की ये आशिकी ना मिले तो कैसे समझाऊं कि तुझको भूल जाना. നമ്മളിപ്പോൾ ഇത്രയും നേരം ടെസ്റ്റ് ചെയ്തതൊക്കെ ഈ മൈക്ക് UADയുടെ സൗണ്ട് കാർഡിൽ കണക്ട് ചെയ്തുകൊണ്ടാണ്. UADയുടെ സൗണ്ട് കാർഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ചീപ്പായിട്ടുള്ള സൗണ്ട് കാർഡിലും കൂടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ പഴയ സൗണ്ട് കാർഡാണിത്. ഇത് MODയുടെ സൗണ്ട് കാർഡാണ്. ഇത് ഞാൻ ഏകദേശം 2012-13 എങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് ഏകദേശം ഒരു 8,000-9,000 റേഞ്ചിൽ വരുന്ന ഒരു സൗണ്ട് കാർഡാണ്. നമുക്കിതിലും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. We were turned like a supercar. You took me home, said he come meet my mom and dad. I swear I could smile if you call me your lad. I've not gone bad. These orbs, these balloons, they give time a rest. Holding on to what you said. Love living by these latex memories by my bed. किस गए किस जगह किस तरह ढूंढे ये दिल अफसाना. क्या पता क्या दिखा क्या मिला. मैं तो हूँ बेपरवाह. तुमसे ही थी तुमसे ही है आज. दिल की ये आशिकी ना मिले तो कैसे समझाऊं कि तुझको भूल जाना. സോ നമ്മുടെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഒരുവിധം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ മൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്തോ.
ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനി ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ബിഗിനേഴ്സിന് വേണ്ട മൈക്സ് എന്ന് പറയുമ്പം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്സാണ് ബിഗിനേഴ്സ് എപ്പോഴും നോക്കുക. സോ ഞാൻ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്യുന്ന 2 മൈക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് ഞാൻ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്ക്. ഇത് കണ്ടൻസർ, ഇത് ഡൈനാമിക്. ഇതിലാണ് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ കവേഴ്സും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഓഡിയോ ടെക്നിക്കയുടെ AT2020 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത്യാവശ്യം നല്ല മൈക്കാണ്. ഇതിന് ഏകദേശം 8,000 റുപ്പീസ് അങ്ങനെ എന്തോ ആണ്. ഞാനെന്തായാലും ലിങ്ക് താഴെ കൊടുത്തിടാം, നിങ്ങളൊന്ന് നോക്കിക്കോ. ഈ മൈക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ടാവും. ഇതിങ്ങനെ തലകുത്തനെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇതിലേക്കാണ് പാടുന്നതൊക്കെ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഈ മൈക്ക് വർക്ക് ചെയ്യാണ്ടായിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. സോ എൻ്റെ കഴിഞ്ഞ 4-5 കവറുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ വെച്ചിട്ടാണ്, ഈ ഡൈനാമിക് മൈക്കിൽ വെച്ചിട്ട്. നിങ്ങൾ കാണുന്ന ഈ മൈക്കാണെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഈ മൈക്ക് വെച്ചിട്ടാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറേ ബിഗിനേഴ്സൊക്കെ വോക്കൽസ് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് കണ്ടൻസർ മൈക്കിൽ തന്നെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കണ്ടൻസർ മൈക്ക് വേണമെന്നില്ല. കണ്ടൻസർ മൈക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റൂം ഒരു മിനിമം ക്വാണ്ടിറ്റിയിലെങ്കിലും കുറച്ച് ട്രീറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കണ്ടൻസർ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ കുറേ എക്കോവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസർ മൈക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്കാണ്. സോ എന്തെങ്കിലും ചെറിയ നോയ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് പിടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസിലാണ് നിങ്ങൾക്ക് ഈ ഡൈനാമിക് മൈക്ക് യൂസ് ആവുക. ഇത് അത്രയ്ക്ക് സെൻസിറ്റീവ് അല്ല, അതുപോലെ നോയ്സ് പിടിച്ചെടുക്കില്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. എൻ്റെ കഴിഞ്ഞ 2-3 കവേഴ്സ് റെക്കോർഡ് ചെയ്തത് ഈ മൈക്കിലാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് പക്ഷേ അതിന് ക്വാളിറ്റി വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് സെന്നൈസറിൻ്റെ E835 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴ്ത്തു കൊടുക്കാം. ഇതിന് ഏകദേശം 5,000 റുപ്പീസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പം. ഇപ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുന്നൂടെ. പിന്നെ നിങ്ങൾ ഇതിലും താഴേക്കാണ് നിങ്ങളുടെ റേഞ്ചെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഒരു മൈക്കുണ്ട്, ഏകദേശം 1000 രൂപ എങ്ങാനാണ്. പക്ഷേ അതിൽ നിങ്ങൾ ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിലൊക്കെ കുറേ സെൽഫ് നോയ്സും പിന്നെ ലൗഡായിട്ട് പാടുമ്പോൾ ഡിസ്റ്റോഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കുക. That's it for this video guys. Let's see you in another video. Peace.